പയ്യാവൂർ ശിവക്ഷേത്ര കുംഭം 10 ഊട്ട് മഹോത്സവത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ കൂടെ പങ്കിടാൻ പോകുന്നത്. വൈകുന്നേരത്തേക്ക് വേണ്ടിയുള്ള പായസത്തിൻ്റെ തയ്യാറെടുപ്പാണ് നിങ്ങൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ. പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങളും തീർച്ചയായും ഈ കുളത്തിൽ വന്നിരിക്കും. നമ്മുടെ ക്ഷേത്രത്തിലെ കാഴ്ച വരാനായി അത് കാണാനുള്ള തിരക്കിലാണ് എല്ലാവരും. മനോഹരമായ കാഴ്ചയാണ്. അത് കാണാൻ വേണ്ടി എല്ലാവരും എല്ലാ ബിൽഡിങ്ങിൻ്റെ മുകളിലും അവർക്ക് പറ്റുന്ന സ്ഥലത്ത് എല്ലാവരും കയറി നിൽക്കും, കണ്ടിരിക്കും. കാരണം അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ്. ആ വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മുന്നിൽ തന്നെ ആന, അതിനുശേഷം കാഴ്ച വരും. കാഴ്ച വന്ന് പോയതിനു ശേഷം തന്നെ ഉടനെ തന്നെ കാളയോട്ടം ഉണ്ടാകും, കൊടകര കാളയോട്ടം ഉണ്ടാവും. അതൊക്കെ ഈ ദൃശ്യങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ജാതി മത ഭേദമൊന്നുമില്ലാണ്ട് എല്ലാ സ്നേഹിതരും ഒന്നിച്ച് കൂടുന്ന സമയമാണ്. അതേപോലത്തെ ഉത്സവമാണ് പയ്യാവൂർ ശിവക്ഷേത്ര ഊട്ട് മഹോത്സവം. ആന വരും മുന്നേ ആ റോഡ് നനയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ആനപ്പുറത്ത് കൊണ്ടുവന്ന വെഞ്ചാമരം അതവിടുന്ന് ഇറക്കി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെഞ്ചാമരം ഇറക്കിയതിന് ശേഷം ആനയെ വേറൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനയുടെ പിന്നാലെ തന്നെ ഒരു നീണ്ട കാഴ്ച തന്നെ ഉണ്ടാവും. അത് കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടി നിൽക്കും. കാഴ്ച കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോകാൻ തയ്യാറാവുന്ന കൊടകരയാണ് നമുക്കിവിടെ കാണുന്നത്. ഇവരെല്ലാവരും ഒരു നിരനിരയായി അവരുടെ കാളകളെ കൊണ്ടു നിർത്തും. ലേശം കുറുമ്പ് അധികമുള്ള കാളകളെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാം. രാവിലെ മുതൽ വിശ്രമമില്ലാണ്ട് ഓട്ടത്തിന് ശേഷം തളർന്നു നിൽക്കുന്ന 2 വോളണ്ടിയേഴ്സിനെയാണ് നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണുന്നത്. അമ്പലത്തിലേക്കുള്ള കാഴ്ചവരവ് കഴിഞ്ഞു. കൊടകരുടെ പഴയ ആചാരം വെച്ച് നോക്കിയാൽ ഇവർ ഈ നടത്തം അവരുടെ നാട് കൊടക് വരെ കാടും മലയും കയറി നടന്നെത്തുകയാണ് ചെയ്യുക. ഒരു നാട് ഒന്നു ചേർന്ന് സ്നേഹത്തോടെ അവരെ തിരിച്ചയക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ കൊടകർ സന്തോഷമായി അവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ഒരു വലിയൊരു ജനസാഗരം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. തടിച്ചുകൂടിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ട് പെട്ടിരിക്കുന്നൊരവസ്ഥ. നേരത്തെ വന്നവർ കാഴ്ച ഇവിടെയാണ് വെക്കുന്നത്, ദൈവത്തിൻ്റെ തൊട്ട് മുന്നിൽ. ഇത് എടുക്കുന്ന ചടങ്ങ് നാളെയാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ കൂടെ പങ്കിടുന്നതായിരിക്കും. ചടങ്ങ് ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ ചടങ്ങുകളുണ്ട്. അതെല്ലാം അടുത്തടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. കാഴ്ച കൊണ്ടുവന്ന കൊല എടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പങ്കിടും ഈ ചാനലിലൂടെ തന്നെ. സോ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.